മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഏകദേശം 10-15 വർഷത്തോളമായി. ഞാൻ വന്ന സമയത്ത് ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരം ഉണ്ടാകുമായിരുന്നു. ഇത് ആർക്ക് ഇത് അനുസരിക്കാൻ കഴിയും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഭയങ്കരമായി ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനഭാഗത്തിൽ നമ്മൾ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ ഈ വചനത്തെ നമുക്ക് എങ്ങനെ അനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുവാനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിലൂടെ അനുദിനവും നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുദിനവും നമ്മെ പഠിപ്പിക്കും. നാം ഒരു സഭയിലായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവദാസനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ആ വചനങ്ങൾ നാം ഏറ്റെടുക്കുകയും അതിൻ പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അനുദിനം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ഈ ലോകത്തിന്റെ വാഴ്ചകൾക്ക് അധികാരങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നാം അതിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനക്ലേശങ്ങൾ ഉണ്ടായേക്കാം, ദുഃഖങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അതിലൊക്കെയും നമ്മെ പിടിച്ചു നിർത്തുവാനും നമ്മെ നടത്തുവാനും മതിയായവനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തെ കാണുവാനും മുഖാമുഖമായി സംസാരിക്കുവാനും ആ ദൈവത്തോടൊപ്പം നടക്കണമെന്നുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. നമുക്ക് ആ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയും. നമുക്ക് ആ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ അനേകർ ദൈവവചനത്തെ ത്യജിച്ച് തള്ളിക്കളയുമ്പോൾ ഞാൻ ഒന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നതിലൂടെ നമുക്ക് കർത്താവിന്റെ നുകം ഏറ്റുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് നടക്കുവാൻ സാധിക്കും. എൻ്റെ ചുമട് മൃദുവും അത് ലഘുവുമാകുന്നു എന്നാണ് വചനം പറയുന്നത്. നമുക്ക് ആ ചുമട് അത് ഭാരമേറിയതാണെങ്കിൽ, നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ ഈ വചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ, കഷ്ടങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെയും അതിനെ നിർമ്മലീകരിക്കുവാനും അതിന്റെ ആ ഘനത്തെ കുറയ്ക്കുവാനും അത് മൃദുവും ലഘുവുമാക്കി തീർക്കുവാനും സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങൾ നാം കർത്താവിന്റെ അടുക്കൽ ചെന്ന് പറയുവാൻ തയ്യാറാകുന്നെങ്കിൽ ഉറപ്പായിട്ടും ദൈവം അത് മൃദുവും ലഘുവുമാക്കി തീർക്കുകയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ദൈനംദിനം തോറും അത് മനോഹരമാക്കി തീർക്കുവാനും നമ്മുടെ കർത്താവിന് കഴിയും. ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനാണ് ദൈവം നമ്മെ ഈ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത്. നാം എവിടെയായിരിക്കുന്നു അവിടെ നാം കർത്താവിനോട് ചേർന്ന് നമ്മുടെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ നടുവില് നാം ദൈവത്തോട് ചേർന്ന് നടക്കുവാനും നമുക്ക് ആ ചുമട് ഒന്നുമല്ലാതായി തീരുവാനും ഒന്നുമല്ലാതെ തീർക്കുവാനും ഈ പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കുവാൻ കഴിയും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.